വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വാണിയമ്പുഴ ചങ്ങാടത്തിലൂടെ മറുകരയിൽ എത്തിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നു. സ്വാലിക ചേരുന്നുണ്ട്. സ്വാലിക, ഈ ചങ്ങാടത്തിലൂടെയാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. നല്ല ഒഴുക്കുമുണ്ട് അവിടെ. തീർച്ചയായും വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായുള്ള തെരച്ചിൽ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. വാണിയമ്പുഴയിൽ, അതോടൊപ്പം തന്നെ മുണ്ടേരിയിൽ, സൂചിപ്പാറയിലൊക്കെ ഈ ചാലിയാറിന്റെ കൈവഴികളിലെല്ലാം തന്നെ തിരച്ചിൽ തുടരുകയാണ്. വലിയ കുത്തൊഴുക്ക് ഈ മേഖലയിൽ ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ ദിവസം മഴയിൽ ചെറിയ കുറവുണ്ടായിരുന്നു. പക്ഷേ പുഴയിൽ കുത്തൊഴുക്കിന് നിലവിൽ കുറവൊന്നുമില്ല. പ്രത്യേകിച്ച് സൈന്യത്തിന്റെയും മറ്റും സഹായത്തോടെ തന്നെയാണ് തിരച്ചിൽ. നാട്ടുകാരാണ് പ്രധാനമായി ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. ചങ്ങാടങ്ങളിലാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്. ഇതുവരെ 73 മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറെയും ലഭിച്ചത് വാണിയമ്പുഴയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ 132 ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആകെ 205 എണ്ണമാണ് ലഭിച്ചത്. ഇതിൽ 37 പുരുഷന്മാരും 29 സ്ത്രീകളും 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമാണ് ഉള്ളത്. മൃതദേഹങ്ങൾ ഇതെല്ലാം തന്നെ ഇതിൽ 198 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 195 എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 3 എണ്ണം ഇവിടെ വന്ന ബന്ധുക്കൾ ഏറ്റെടുത്തതാണ്. നിലവിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ഈ ചാലിയാറിന്റെ ഭാഗങ്ങളിൽ. അതോടൊപ്പം തന്നെ ഇത് ഏതാണ്ട് 8 കിലോമീറ്ററോളം ദൂരത്തിൽ തിരച്ചിൽ ഇന്ന് നടക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ വലിയ പരിചയമുള്ള ആ നാട്ടുകാർ തന്നെയാണ് ഈ തെരച്ചിലിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്നതും. ശരി, സ്വാലികാണ് വിവരങ്ങൾ നൽകിയത്.